എൻഡിൽ തന്നെ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിലാണ് കൊണ്ടുവന്ന് ഇത് വയ്ക്കുന്ന ഇഗ്നിഷൻ കൊടുക്കുന്നതെങ്കിൽ ഫ്യൂവലെല്ലാം ബേൺ ചെയ്യില്ല. ഇപ്പോൾ ഡ്രോപ്പായിട്ട് ഫ്യൂവൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഡ്രോപ്പായിട്ട് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന ഫ്യൂവൽ മൊത്തം ഈ എയർ ഫ്യൂവൽ മിക്സർ ഈ എയറിൽ വന്ന് കത്തണമെങ്കിൽ അത് കുറച്ച് പീരീഡിലേക്ക് ആ ഫ്യൂവൽ വിടണം. അപ്പോൾ ഈ ഫ്യൂവൽ ആദ്യം ബേൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് ബേൺ ചെയ്ത് അത് ഇങ്ങോട്ട് വന്ന് ഇവിടെ വെച്ച് തന്നെ അത് കത്താൻ തുടങ്ങില്ല. കുറച്ചുകൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് കത്തും. ഇത് വന്നിട്ട് ബാക്കിയുള്ളതിനെല്ലാം കത്തിക്കും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഹൈ ഇതാണെങ്കിൽ റിച്ച് മിക്സറാണ് കൊടുക്കുന്നത്. അപ്പോൾ കുറേ ഫ്യൂവൽ അൺബേൺഡ് ഫ്യൂവലായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ലോസസ് ഉണ്ടാവും, തെർമൽ എഫിഷ്യൻസി കുറയും. അതുകൊണ്ടാണ് ഈ ഹൈയിൽ കൊടുക്കാതെ മീഡിയം ഇതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇൻലെറ്റ് വാൽവ് എക്സോസ്റ്റ് നമ്മൾ ഈ ഇപ്പോൾ പമ്പിങ് തുടങ്ങിയില്ലേ, ഇവിടെ വെച്ചല്ല കമ്പഷൻ തുടങ്ങുള്ളൂ. അല്ല, കമ്പസ്റ്റൻ ഇതിനിടയിൽ എവിടെ വെച്ച് വേണമെങ്കിലും കമ്പസ്റ്റൻ നടക്കാം. ഇത് ആക്ച്വൽ ഫ്യൂവൽ സപ്ലൈ തുടങ്ങുകയാണ്. കമ്പസ്റ്റൻ ഇങ്ങനെയല്ലേ, കംപ്രഷൻ ഇങ്ങനെയാണ്. കംപ്രഷൻ ഇവിടെ വന്നിട്ട് ഇവിടെയാണ് കമ്പസ്റ്റൻ തുടങ്ങുക. ഇത് ഇത്രയാണ് കമ്പസ്റ്റൻ. അത് ആ 180 ഇവിടെ ശരിക്കും തിയറിറ്റിക്കലായിരുന്നു വെച്ചാൽ ഇവിടെ വെച്ച് നടക്കണം. അത് നമ്മൾ അതാണ് ഈ TDC ഇവിടെ വരുമ്പോൾ സീറോയിൽ ഇവിടെ വെച്ച് നടക്കേണ്ടത്. അത് ഇങ്ങനെയാണ് നടക്കണം. അത് ഇങ്ങനെയാണ്. അത് ആ പീരീഡിൽ എവിടെ വേണമെങ്കിലും നടക്കാം. എവിടെ വേണമെങ്കിലും ശരിക്കും ഫ്യൂവൽ ഇഞ്ചക്ഷൻ നിൽക്കേണ്ടത് ഇവിടെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ എവിടെ നിർത്തി ഈ ഡയഗ്രാമിൽ എവിടെ നിൽക്കണ്ട. ഇപ്പോൾ ഇതിനിടയിൽ എവിടെയെങ്കിലും 2-3 പോയിന്റിൽ ലോ, മീഡിയം, ഹൈ ഇങ്ങനെ പല പോയിന്റിൽ നടക്കാം. അല്ല സർ, നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ അതായത് ഒരു 40 കഴിഞ്ഞിട്ട് ബിഫോർ TDCക്ക് ഇത് TDCക്ക് മുമ്പല്ലേ. അപ്പോൾ ആ ബിഫോർ TDCയിൽ ഒരു 20, 28, 40 ആ റേഞ്ചിലുള്ള ഏത് ഡിഗ്രീസിൽ വേണമെങ്കിലും കമ്പസ്റ്റൻ നടക്കാം. സർ, ഈ കമ്പഷൻ നടന്നു കഴിഞ്ഞാലും ഇഞ്ചക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇഞ്ചക്ഷൻ ഉണ്ട്. അത് പ്രാക്ടിക്കൽ എവിടെ നിൽക്കണം ഈ ഗ്രാഫിൽ ഈ പീക്ക് വന്ന് ഹൈ പ്രഷർ അവിടെ ഇഞ്ചക്ഷൻ നിൽക്കുള്ളൂ. ഇഞ്ചക്ഷൻ നിൽക്കുന്ന അപ്പൊ അത്രയും സമയം എന്ത് ചെയ്യും, ഇത് കമ്പസ്റ്റൻ നടക്കും. അപ്പൊ ഈ ഡിഫറൻസ് ആണ് ഇവിടെ നിൽക്കണ്ടായിരുന്നത്. ഈ ആക്സിസിന് ഇപ്പൊ വരേണ്ട ഡിഫറൻസ് ആണ് ഇത്രയും അവിടെ ആ കുറച്ച് കേറി വരണത് അല്ലേ. ഇത് ഇത്രയും ശരി. അതാണ് ഞാൻ പറഞ്ഞത്, ഗണേഷിന്റെ ബുക്കെടുത്ത് വായിക്കാൻ. ഗണേഷിന്റെ ബുക്കിൽ